ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പാഴുകൾ, ചേതനയിൽ നൂറു കമ്മികൾ പിറക്കവേ, നോക്കുവിൻ സഖാക്കളെ നിങ്ങൾ വന്ന വീതിയിൽ. കുറെ മണ്ടൻ കൂട്ടർ കമ്മികൾ മതിച്ചു പുളച്ചു പൊങ്ങുന്നു. എവിടെ നിങ്ങളുടെ വിപ്ലവ മണ്ണിലൊക്കെ ഇപ്പൊ തീപ്പൊരിയാണല്ലോ. അത് പിന്നെ ഒരാളിലല്ല പ്രസ്ഥാനം നിൽക്കുന്നത്, തലമുറ കൈമാറി വന്ന പ്രസ്ഥാനമാണ്. ഒരാൾ പോയെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് എന്താ നിങ്ങൾ പിൻഗാമിയെ പ്രഖ്യാപിക്കാത്തത്? ഒരാൾ പോയെന്ന് വെച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് പാർട്ടിക്ക് ഒരു ചുക്കുമില്ല? എന്തുകൊണ്ട് പിൻഗാമിയെ പ്രഖ്യാപിക്കുന്നില്ല? പിണറായിക്ക് ശേഷം ഒരാളിലല്ലല്ലോ നിങ്ങളുടെ പാർട്ടി ഉള്ളത്. എവിടെ അടുത്ത ആൾ എവിടെ? പിണറായിക്ക് ശേഷം ഇല്ലല്ലോ. പിണറായിക്ക് ശേഷം പാർട്ടി വേണ്ടേ? അപ്പൊ അതല്ല, പിണറായി ശേഷൻ ആയില്ലല്ലോ. ശേഷനല്ല, ഇപ്പൊ തന്നെ വയ്യായിക ആയിട്ടിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ അടുത്ത പിൻഗാമിയെ പ്രഖ്യാപിച്ചുകൂടെ? ഇപ്പൊ പുള്ളിന്റെ ഉള്ളില് വീര്യൊന്നും കെടുത്തിട്ടില്ല. സുധാകർജി എന്ത് വാടോ അത്? അയ്യോ, കോൺഗ്രസിലെ സുധാകരൻജി എന്തുവാ ഇത്? അയ്യോ, കെ സുധാകരനല്ല, നമ്മൾ ജി സുധാകരനെ കുറിച്ച് പറഞ്ഞ. ആലപ്പുഴയിലെ സുധാകർജി. കണ്ണൂരുമുണ്ടല്ലോ ഒരു സുധാകരൻജി. പെട്ടിയും കിടക്കിയെടുത്ത് ഡൽഹിയിൽ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. നിങ്ങളുടെ സുധാകരനെ കുറിച്ച് പറയുമ്പോൾ അടുത്തവന്റെ സുധാകരനെ കുറിച്ച് പറയുന്നത് എന്തിനാ? സുധാകരനെ പറയുമ്പോ എല്ലാ സുധാകരന്മാരെയും നമുക്ക് ജി സുധാകരനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. കെ സുധാകരനെ പറ്റി പറയാം. എന്തിനു കെ സുധാകരനെ കുറിച്ച് സംസാരിക്കണം? നിങ്ങളുടെ ആരേലും ആണോ കെ സുധാകരൻ? കെ സുധാകരൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? പറ. അത് പിന്നെ ഞങ്ങൾ മാത്രം. പക്ഷെ ഇവിടെ ആലപ്പുഴയിലെ ജി സുധാകരൻ കാരണം വലിയ പൊല്ലാപ്പിലാണല്ലോ. സ്വതന്ത്രനായി മത്സരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. കണ്ണൂരിൽ മത്സരിക്കാനാണ് സാധ്യത. ഗർജിക്കുന്ന സിംഹം. നിങ്ങളുടെ ഗർജിക്കുന്ന സിംഹത്തെ കുറിച്ച് പറ. ആലപ്പുഴയിലെ അണ്ണാക്കിലെ പിരി വെട്ടുമ്പോൾ കമ്മികൾ ഇങ്ങനെയാണ്, അക്ഷരം മാറ്റിക്കളയും. അതെ, ജി സുധാകരനെ അവർ കെ സുധാകരനാക്കും, ഒറ്റപ്പെടുത്തും. പാർട്ടി ഈ സുധാകരൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം. ഇന്നലെ നിങ്ങളുടെ എന്തുന്നാ ഉടുമ്പൻചോലയിലെ നിങ്ങളുടെ നേതാവ് മണിയാശൻ കൂടുതലങ്ങ് ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ മണിയാശൻ പറഞ്ഞത്, എം മണിയായ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോയാൽ ഈ പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഈ പാർട്ടി ഇതുപോലെ ഇവിടെ കാണും. പിന്നെ എന്തിനാണോ സുധാകരൻ പോയതിന് നിങ്ങളുടെ കമ്മികളെല്ലാം കൂടെ മറ്റേ ഭീഷണി ഡയലോഗ് ഒക്കെ അടിക്കുന്നത്? പാർട്ടി നിർണായക ഘട്ടത്തിൽ ഇട്ടിട്ട് പോയ ഒരു വ്യക്തിയെ പിന്നെ ഞങ്ങൾ പാർട്ടിയുടെ നിർണായക ഘട്ടത്തിൽ കൂടെ നിന്ന നേതാക്കളെയൊക്കെ നിങ്ങൾക്ക് കാല് വരാമോ കമ്മികളെ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കമ്മികളെ? ഡൽഹിയില് ചർച്ചയ്ക്ക് പറയൂ, പോകുന്ന നാട്ടിലോട്ട് കണ്ണൂർ. നിങ്ങളുടെ സുധാകരനെ കുറിച്ച് പറയടോ, മൂച്ചാളിത്തരം കാണിക്കാതെടോ. മനസ്സിലായില്ലേ? എങ്ങനെ നോക്കിയാലും മറ്റേ പ്രതിപക്ഷത്തോട്ടാ കണ്ണ്. ഞങ്ങൾ രാഷ്ട്രീയ സ്വന്തം മൂട്ടിൽ തീ പിടിച്ചു നിന്നാലും അപ്പുറത്തോട്ടാ കണ്ണ്. ഞങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ പറ്റി നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ നിങ്ങൾ തന്നെയാ. എന്ത് ചെയ്യാനൊക്കും? ഐഷ പോറ്റി, ജി സുധാകരൻ, പി കെ ശശി, എസ് രാജേന്ദ്രൻ. എന്നിട്ട് നിങ്ങൾ മോങ്ങുന്ന എന്തിനാ? അവരെ ഭീഷണിപ്പെടുത്തുന്ന എന്തിനാ? അവരെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കണം. വിട്ടല്ലോ. എന്നിട്ട് നിങ്ങളുടെ കമ്മികളാണല്ലോ പിന്നാലെ നടന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ഇന്ന് ജി സുധാകരന്റെ വീട്ടിലേക്ക് പ്രതിഷേധം, മറ്റേ ബാനറുകൾ ഉയർത്തുന്നു. കുലംകുത്തി എന്നും വർഗവഞ്ചകനായി അറിയപ്പെടും. പാർട്ടിയെ 10 കാച്ചിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്നവരാണ് ഇപ്പൊ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത്. അവരെക്കാൾ വലിയ വർഗവഞ്ചനയൊന്നും ആരും കാണിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ പാർട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പാർട്ടിയുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടാണോ ഇവരെല്ലാവരും കൊഴിഞ്ഞു പോകുന്നത്? അവര് പിന്നെ എനിക്ക് മറുപടിയില്ല. അത് പിന്നെ അതാ പറഞ്ഞ നമ്മൾ അണ്ണാക്കിലെ പിരി വെട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ്. പക്ഷെ യോഗത്തിൽ പങ്കെടുക്കാതെ നിങ്ങൾ അറിയുന്നില്ലേ? കെ സുധാകരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് കണ്ണൂർ അപ്പൊ നിങ്ങൾക്ക് കെ സുധാകരൻ ഒരു എതിരാളിയാണ്. അപ്പൊ നിങ്ങൾ സമ്മതിക്കും? പിന്നല്ലേ, പ്രായ നേതാവല്ലേ, ഞങ്ങൾ എതിരാളിയല്ലേ?
അപ്പൊ നിങ്ങൾക്ക് കെ സുധാകരൻ കണ്ണൂരിൽ നിന്നാൽ പേടിയുണ്ട്? പേടിയൊന്നുമില്ല. ഞങ്ങൾ പിന്നെന്തിനാ ഈ കെ സുധാകരനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്തിനാ ജി സുധാകരനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പാർട്ടിക്കാരൻ, നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയ പാർട്ടിക്കാരനെ കുറിച്ച് അല്ലാതെ പിന്നെ ആരെ കുറിച്ച് നമ്മൾ പറയേണ്ടത്? കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന നേതാവിനെ പറ്റി ഞങ്ങളും പറയണ്ടേ? അയ്യോ, അവിടെ കൂട്ടിയടിയാന്നുള്ള കാര്യം നാട്ടുകാർക്ക് മുഴുവൻ അറിയാതെ നിങ്ങൾ ഇനി കൂടുതൽ അത് പറഞ്ഞു ഫലിപ്പിക്കണ്ട. നിങ്ങളുടെ കാര്യം പണ, നിങ്ങളുടെ കാര്യം പണ. ഇവിടെ വാ, ഇവിടെ മത്സരിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞപ്പോഴേക്കും കെ സുധാകരൻ പെട്ടിയെടുത്തോണ്ട് ഡൽഹി നിങ്ങൾ പോയി. പിന്നാലെ രാഹുൽ ഗാന്ധി ഹലോ പോകല്ലേ, അയ്യോ അയ്യോ പോകല്ലേ, അയ്യോ അയ്യോ പോകല്ലേ എന്ന് പറഞ്ഞു വിളി. ആലപ്പുഴയിൽ പുളിച്ച തെറിവിളി കേട്ടോണ്ടിരിക്കുക. ആര്? എന്നിട്ടാണ് കണ്ണൂരിലോട്ട് നോക്കി കുരച്ചോണ്ടിരിക്കുന്നതാണോ തനിക്കൊക്കെ? അണ്ണാക്കി പഴം തിരികെ വെച്ചോണ്ടിരിക്കുക. ആര് പോയാലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഒന്നും. അയ്യോ അല്ല, യൂ ടേൺ അടിച്ചായിരുന്നല്ലോ ഇന്ന്. ഇത് വേറൊരു കാര്യത്തിൽ യൂ ടേൺ അടിച്ചു. എന്തിനാന്നറിയാമോ? വിശ്വാസം അത് അതേപടി നിലനിൽക്കണം. അപ്പൊ സ്ത്രീകക്ഷി എവിടെ പോയി? പെണ്ണുങ്ങളൊന്ന് തള്ളിക്കറി. സ്ത്രീകക്ഷി എന്തേ? ഓഹോ, നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കണം. അയ്യോ, നിങ്ങൾ തന്നെയാ കുരുക്കിക്കൊണ്ടിരിക്കുന്നത്. പണ അങ്ങോട്ട്. സ്ത്രീകള് കനകദുർഗയും മറ്റേ രഹന ഫാത്തിമയും ഒക്കെ ആരായി? അതെ, ശബരിമലയിൽ പോയി തന്നെ സ്ത്രീ ഇക്വാലിറ്റി ഉണ്ടാക്കണോ? നിങ്ങളല്ലേ ചൂട്ടും കത്തിച്ച് അവിടെ കൊണ്ടുപോയി നിർത്തിയത്. ഭക്തരുടെ വികാരം വ്രണപ്പെടാൻ പാടില്ല. തെരഞ്ഞെടുപ്പാണേ, അതുവരെ ഞങ്ങൾ ഭക്തരുടെ വികാരം നോക്കുവേ. ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്. അവരുടെ വികാരം വ്രണപ്പെടുന്ന ഒന്നും ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾക്ക് എത്ര തന്തയുണ്ട്? ഞങ്ങൾക്ക് പല തന്തകളാണ്. മനസ്സിലായില്ലേ? ഇവർക്ക് പല തന്തയുണ്ട്. അതുകൊണ്ടാണ് ഇമാതിരി വർത്താനം പറയുന്നത്. മനസ്സിലായില്ലേ? യൂട്ടേൺ അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടേൺ അടി. സ്ത്രീകൾ കയറാൻ ഞങ്ങൾ കൂടെ നിൽക്കണമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയായിരുന്നു? ഞങ്ങൾ ഭക്തർക്ക്. അയ്യോ, നിങ്ങൾ അങ്ങനെയാണല്ലോ കൂടെ നിന്നിരുന്നത്. പിന്നെ കോടതി വിധി നടപ്പിലാക്കാൻ ഞങ്ങൾ അന്ന് ചെയ്യും. കോടതി നിങ്ങളുടെ നിലപാടേ ചോദിച്ചിട്ടുള്ളൂ. കോടതി വിധി പറഞ്ഞിട്ടില്ല ഇപ്പോഴും. അയ്യേ, നമ്മൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരുമോ? ഇതുവരെ കോടതി സ്ത്രീകൾ കയറണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായ വിധി വീണ്ടും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ നിലപാട് എന്താണ്? സർക്കാരിന്റെ നിലപാട് എന്താണ്? അതേ ചോദിച്ചുള്ളൂ. ഭക്തർക്കൊപ്പമാണ്. വലിയൊരു തിരിച്ചടി ഭക്തരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അടി കിട്ടി. അപ്പോഴത്തേക്ക് ഞങ്ങൾ അയ്യപ്പന്റെ ഭാഗത്തും അയ്യപ്പ ഭക്തരുടെ ഭാഗത്തും നിൽക്കുന്നു. എന്തൊന്നടി? ഞങ്ങൾ തെറ്റിൽ നിന്നല്ലേ ശരി മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ആ തീരുമാനം തെറ്റായി പോയി നിങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ തിരുത്തി. ഞങ്ങൾ ഭക്തർ വോട്ട് ഹിന്ദു വോട്ട് കുറഞ്ഞപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത്. അങ്ങനെ ശരി. എന്തെല്ലാം അടി നാനാ വഴിക്കൂടെയാണല്ലോ അടിയിട്ട്. നിങ്ങൾക്ക് സമയം ശരിയല്ലെന്ന് തോന്നുന്നു. നല്ല സമയമാണ്. അതെ സമയം ശരിയായ 10 വർഷം. അതെ തെറിവിളി കേട്ട 10 വർഷം. കലാപങ്ങളില്ലാത്ത 10 വർഷം. അതെങ്ങനെ കലാപം ഉണ്ടാകും? ഇവര് ഭരണവശത്തായിരുന്നല്ലോ. ഇവര് പ്രതിപക്ഷത്തായാലേ കലാപം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നത്. ഞങ്ങൾ ഭരണവശത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ജി സുധാകരനെ മറ്റേ ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. പോലീസ് സുരക്ഷ വരെ ഏർപ്പെടുത്തി. നിങ്ങളുടെ സഖാക്കളുടെ ഗ്രൂപ്പുകളിൽ നിന്ന് സ്ക്രീൻഷോട്ട് കാണിക്കണോ? വാട്സാപ്പ് വെല്ലുവിളികൾ. എന്നിട്ട് വാട്സാപ്പ് വെല്ലുവിളിയാണെങ്കിൽ നിങ്ങളുടെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ എന്താ കമ്മി ഗ്രൂപ്പുകളെ അങ്ങോട്ട് നിയന്ത്രിക്കാത്തത്? അത്തരത്തിലുള്ള മറ്റേ വെല്ലുവിളികൾ വേണ്ട എന്ന് എന്താ പണയാത്തത്? അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായില്ലേ, അങ്ങ് മുകളിൽ നിന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വെല്ലുവിളികൾ. ശാന്തരാഘു നിങ്ങൾ അവിവേകമൊന്നും കാണിക്കരുത്. ഇത്തരത്തിൽ വെല്ലുവിളിയൊന്നും പാടില്ല. ഇനിയിപ്പോ സുധാകരൻ ഒരുപാട് അനുഭവിച്ചിട്ടാണ് നമ്മുടെ പാർട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നത്. മനസ്സിലാക്കിക്കോ. അപ്പൊ നിങ്ങൾ സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കുന്നു. കാലത്ത് അടികൊണ്ടൊരു നേതാവിനെ അടിയന്തരാവസ്ഥയുടെ സ്മരണയ്ക്ക് വിളിച്ചില്ല. എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇനിയിപ്പോ സുധാകരന് ഒരു അപകടം പറ്റിയാൽ പോലും നിങ്ങൾ അതിന് മറുപടി പറയും. അത് നോക്കൂ മാനവരെ, നമ്മളുടെ മൂട്ടിൽ വന്ന് വീണ മിസൈല് നല്ല രീതിയിൽ ആളി കത്തുന്നുണ്ട്. പോയവർ പോയി. അതിന് പിന്നാലെ നമ്മൾ പോകില്ല. നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ഷൻ. അയ്യോ, എന്നിട്ട് നിങ്ങളുടെ MP ഗോവിന്ദനാണല്ലോ പുറകെ പൊക്കോണ്ടിരിക്കുന്നത്. 140-ൽ 139 സീറ്റ് നമുക്ക് നേടിയെടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഉറനാട്ടിന് കൊടുക്കുന്നത് അതുകൂടെ പിടി. അത്യാഗ്രഹം എനിക്കില്ല. മോഹൻലാലിനെ ഇറക്കി വെളുപ്പിച്ചു, മമ്മൂട്ടിയെ ഇറക്കി വെളുപ്പിക്കുന്നുണ്ട്. ഇനി ആരെ എടുത്താ? അടുത്ത് ചിലപ്പോ ഞങ്ങൾ ജയറാമിനെ ഇറക്കും. എന്തേ? അയ്യോ, ഇതിനൊക്കെ നിങ്ങളെ കൊള്ളത്തുള്ളൂ. സുരേഷ് ഗോപി കിട്ടില്ല. അതെ. അയ്യോ, സഗാത്തി എവിടെ? നിങ്ങളുടെ സഗാത്തി പെടലി ഉള്ളിക്ക് സഗാത്തി വീണ്ടും രംഗത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. അതെ, ഞങ്ങളുടെ സഖാവിന് നേരെ മറ്റേ ഭീഷണി മുഴക്കിയില്ലേ, അവന്മാരെല്ലാം കൂടി വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരം മറ്റേ സാധനമൊക്കെ. എന്നിട്ട് നിങ്ങൾ അതില് കണ്ടവന്റെ ഒക്കെ വീട്ടിൽ പോയി മറ്റേ ബോംബ് എറിയുന്നുണ്ടല്ലോ. അത് പിന്നെ ഒരു വഴിക്കൂടെ വീണ ജോർജിന്റെ വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വെക്കുകയും വീണ ജോർജിനെ മറ്റേ
പ്രതിഷേധം നടത്തുകയും ചെയ്തവരുടെ വീടുകളിൽ പോയി ഇവർ ബോംബിടുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ഇവർ അമേരിക്കയോട് പറയുന്നുണ്ട് സമാധാനമാണ് വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. അയ്യോ ഇജാതി ഉളുപ്പില്ലാത്ത മരവാഴകള്. ബോംബ് ഇത് നാടൻ ബോംബ്, കണ്ണൂർ ബോംബ്. വ്യത്യാസമുണ്ട്. അതെ 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 ആനയുടെ ആട്ടിൻകുട്ടീനെ അത്ര അതെ 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 അന്തരംഗമുണ്ട്. അതെ 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 അതെ. എന്നിട്ട് ഈ അതായത് വെളുപ്പാൻ കാലത്ത് ആ വീട്ടിലുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ സ്ത്രീകൾ, പ്രായമായവർ, കുട്ടികൾ ഒക്കെ ഉള്ളപ്പോഴാ ആ വീടിന് നേരെ പോയി ബോംബ് എറിഞ്ഞത്. എന്നിട്ട് പകൽ വെളിച്ചത്തിൽ ഇവർ വന്ന് നിന്ന് സമാധാനം പ്രസംഗിക്കും. അതെ, പിന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. തന്തമാരെണ്ണാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യും കാലും മതിയാകാതെ വരും. ഞങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി വേറെ ആരും ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് അറിയാം, ഗൂഢാലോചനയുണ്ട്, ഗൂഢാലോചന. എന്നിട്ട് അയ്യോ അതവിടെ നിൽക്കട്ടെ, മറ്റേ ഗണേഷിന്റെ ഭാര്യയുമായിട്ട് ഒത്തുതീർപ്പിന് എത്ര കോടി കൊടുത്തു? അത് അവര് കുടുംബപ്രശ്നം 8 കോടിയുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട്. ഖജനാവിന്നാണോ എടുത്തത് അതോ പാർട്ടി ആഫീസിൽ നിന്നാണോ? മാനവരെ ഞാൻ അന്നേ പറഞ്ഞു, മാനവരെ നിങ്ങൾ ഭർത്താവുമായ ചട്ടിയും കലോയ തട്ടിമുട്ടിയിരിക്കും. അയ്യോ അത് ഓക്കെ 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 ശരി, സമ്മതിച്ചു. അവരുടെ വ്യക്തിപരമായ കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. പക്ഷേ വേറെ ചില കാര്യങ്ങൾ അതിനിടയിലുണ്ട്. മന്ത്രി മറ്റേ പണിക്ക് പോയത് മറ്റേ സർക്കാരിന്റെ കാറും കൊണ്ട്. മറ്റേ പണിക്ക് പോയത് സർക്കാരിന്റെ കാറ്. സർക്കാരിന്റെ കാറെന്നല്ല, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് വാങ്ങിയ കാശ്. അതിന് പെട്രോൾ അടിക്കുന്നതും മറ്റേ നാട്ടുകാരുടെ കാശിന്. പിന്നെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ പറയുന്ന ഖജനാവിൽ നിന്ന്. ഈ ഇവന്മാരെയാണ് മറ്റേ പണിക്ക് മറ്റേ ഗണേഷ് കുമാർ പോയപ്പോൾ മറ്റേ പുറത്ത് പാറാവ് നിർത്തിയത്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചല്ലേ ഗണേശൻ മറ്റേ പണിക്ക് പോയത്? അതിനകത്തൊരു ഡിസ്കഷൻ കീഴൂട്ട് അവിടെ ആഭ്യന്തര കാര്യമാണ് നടന്നത്. ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത്. കഥ കടച്ചിട്ട് ഓ ബേബി ഒയ്യാ ഒയ്യാ അതായിരുന്നു, അത് ആ ഡിസ്കഷൻ ആയിരുന്നു അവിടെ നടന്നിരുന്നത് അല്ലേ? ദൈവത്തെ വിളി വല്ലാതെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇത് വ്യക്തിപരമല്ല, സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് സർക്കാരിന്റെ സമ്പത്തും കൊണ്ട് പോയിട്ട് മറ്റേ പണി കാണിച്ചിട്ട് അത് മോശമായി പോയെന്ന് നാട്ടുകാർ പറയുമ്പോൾ നാട്ടുകാരാണല്ലേ അപ്പൊ കൊള്ളരുതാത്തവരാകുന്നത്? മാനവരെ അത് മാത്രമല്ല മാനവരെ, 2019 ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ ഒരു കമ്പനി തുടങ്ങുന്നു. കമ്പനിയുടെ കണക്ക് കമ്പനി തുടങ്ങുന്നു 2019. 2021 ഗണേഷ് കുമാർ മന്ത്രിയാകുന്നു. അതിനുശേഷം ഈ കമ്പനിക്ക് വല്ലാത്ത വളർച്ചയായിരുന്നു. കേര ഫെഡിൽ നിന്നും മിൽമയിൽ നിന്നും ടെൻഡറുകൾ പോകുന്നു. അതും ടെൻഡറുകളല്ല, ടെൻഡർ ഇല്ലാതെ, കരാർ ഒന്നുമില്ലാതെ ഈ കമ്പനിയിലേക്ക് പല കോടികൾ ഒഴുകുന്നു. അതിന്റെ കണക്കുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് അപ്പം അത് മാത്രമല്ല, 2019 ആ കമ്പനി തുടങ്ങിയത്. അത് സൺറൈസ് ഗ്ലോബൽ, അങ്ങനെയാണ് അതിന്റെ പേര്. മിണ്ടാതിരി പോ മിണ്ടാതിരി കേട്ടോ. എന്നിട്ട് 2019 തുടങ്ങിയ കമ്പനിയാണല്ലോ. ആ കമ്പനിയുടെ മേൽവിലാസം എന്ന് പറയുന്നത് നമ്മുടെ കുടപ്പനക്കുന്നിലെ, അതായത് തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നിലെ ഗണേഷ് കുമാറിന്റെ വീട്ടിലെ അഡ്രസ്സാണ്, മന്ത്രിയുടെ വീടിന്റെ അഡ്രസ്സ്. ഉണ്ടായിരിക്കണം അവിടെ, പിടയ്ക്കാതെടോ. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത പത്രികയിൽ ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ ഈ ഒരു കമ്പനിയെ കുറിച്ചില്ല. അതിനകത്തിൽ മറ്റേ ഗണേഷ് കുമാറിന്റെ മറ്റേ സമ്പത്ത് എത്രയാണെന്ന് കൊടുക്കണം, ഭാര്യയുടെ വസ്തുവകകൾ എന്താണെന്ന് കൊടുക്കണം. പക്ഷേ അതിനകത്തിൽ ഈ കമ്പനി ഉൾപ്പെട്ടിട്ടില്ല. നോക്കൂ മാനവരെ, ആ കമ്പനി വഴിയാണ് മിണ്ടായിരിക്കടോ, ആ കമ്പനി വഴിയാണ് കോടികളുടെ തിരിമറികൾ നടന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ ഐശ്വര്യം, കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കാനുള്ളതാണോടോ? പിണറായി വിജയന്റെ മോള് വന്നിട്ട് KSIDC സർക്കാരിന്റെ സ്ഥാപനം അതുവഴി അഴിമതി നടത്തുന്നു. ഗണേഷ് കുമാറിന്റെ ഭാര്യ വന്നിട്ട് സർക്കാർ സ്ഥാപനം വഴി അഴിമതി നടത്തുന്നു. നാണുണ്ടോ? എന്നിട്ടാണ് അതെ വളർന്നത് എന്താണെന്ന് നാട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് പച്ചയ്ക്ക് പറയിക്കരുത്. അപ്പോൾ മാനവരെ ആ കൊള്ളയുടെ എല്ലാ വശങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. കീഴൂട്ടെ കുടുംബത്തിൽ
അതെ, ഒപ്പനകളി മാത്രമല്ല നടന്നിരിക്കുന്നത്. വലിയ കാര്യത്തിൽ ഉരുട്ടിക്കൊണ്ട് വന്നതാണേ, ഒന്നും ആയിട്ടില്ല. എന്താ ആവാത്തത്? ഉൽക്ക പോലെ അങ്ങ് പോയി, ആരോപണം പോലെ കൊണ്ടുവന്നത്. ഉൽക്ക പോലെ എവിടെയും പോയിട്ടില്ല. നിങ്ങൾക്ക് കത്തിക്കാമെന്ന് നോക്കേണ്ട, നടക്കില്ല. അത് ശരിയാ, മൊത്തത്തിൽ മറ്റേ പടക്കക്കടയാണല്ലോ. മൊത്തത്തിൽ പടക്കക്കടയാണല്ലോ. അതുകൊണ്ട് ഈ കത്തിക്കലൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ ഇനിയും ഇമ്മാതിരി വെടിക്കഥകൾ തുടരും. ഈ ആരോപണം വലുതായിട്ട് ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കാൻ നോക്കരുത്. ഞങ്ങൾ കോൺസെൻട്രേറ്റ് കൂടുതൽ നിന്നങ്ങ് ഉണ്ടാക്കല്ലേ. ഉണ്ടാക്കാൻ വരണ്ട, നിങ്ങൾ ഉണ്ടാക്കാൻ വരണ്ട, നിങ്ങൾ വരണ്ട. നാണോണ്ടോടെ ഒരു സ്റ്റേറ്റും ഒരു മുഖ്യമന്ത്രിയും ഒരുത്തന്റെ ഒരു മന്ത്രിയുടെ മറ്റേ പണിക്ക് കാവലേർപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങൾ സ്ത്രീപക്ഷമാണ്. അവർക്കൊപ്പം നിന്ന 10 വർഷം മറ്റേ പണിക്ക് കൂട്ട് നിന്നിട്ട് മാറ്റേ വർത്താനം പറയുന്നു. ഞങ്ങൾ അവർക്കൊപ്പം 10 വർഷം നിങ്ങൾ ആ കൊപ്പം നിൽക്കുവോ കിടക്കുവോ ചെയ്യും. വലിക്കട മൂട്.